ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ സുഹൃതികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ രാമായണത്തെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം, രാമായണത്തിലെ അല്പാൽപമായ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം കമൻ്റായി. അതുപോലെ ഷെയർ ചെയ്യണം. പരമാവധി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാമായണം എന്താ? രാമായണം രാമസ്യ അയനെ ഇതി രാമായണം. രാമൻ്റെ ചരിതമാണ് രാമായണം. അത് രാമൻ്റെ ചരിതം മാത്രമല്ല, സീതയുടെ ചരിതം കൂടിയാണ്. കാരണം ഇത് രാമൻ്റെ ചരിതം മാത്രമാകുമ്പോൾ അത് പൂർണ്ണമാവില്ല. ഒരു പുരുഷന്റെ ജീവിതം പരിപൂർത്തിയിലെത്താൻ സ്ത്രീ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് വിരാട് പുരുഷനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര പരമാത്മാവ് ആ രാമൻ്റെ ചരിതം പൂർണ്ണമാകണമെങ്കിൽ സാക്ഷാൽ മൂലപ്രകൃതിയായ സീതയുടെ ചരിതം കൂടി അത് ഉണ്ടാവണം. അതുകൊണ്ടാണ് അത് സീതാചരിതം കൂടിയാണ്. ആ രാമായണം നിത്യേന നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യുന്നത്, രാമായണത്തിലെ കുടുംബസങ്കല്പം അത് അത്യുത്തമമാണ്, അത്യുത്കൃഷ്ടമാണ്. ഇത് ശരിയായ തലത്തിൽ പഠിച്ച് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ കഴിയുക എന്നത് തന്നെ ഏറ്റവും ശ്രേയസ്കരമാണ്. അതുകൊണ്ടാണ് രാജർഷിയായ ജനകൻ സീതാദേവിയോട് പറയുന്നത് രാത്രിയിൽ രാമായണം വായിക്കണമെന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ രാമായണത്തിൻ്റെ പ്രത്യേകത? രാമായണം രണ്ട് തലത്തിലാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഒന്ന് കഥാരൂപത്തിലും, രണ്ട് അതിൻ്റെ തത്വരൂപത്തിലും. അയോധ്യയിലാണല്ലോ രാമൻ്റെ ജനനം. ആ അയോധ്യയിലെ നമുക്കറിയാം, അത് ശരിയായ തലത്തിൽ ഇപ്പോൾ അയോധ്യ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ വാക്കിൽ പറയും ഉത്തർപ്രദേശിൽ ഫൈസാബാദ് ജില്ലയിൽ അയോധ്യ. യഥാർത്ഥത്തിൽ അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആയോധനമില്ലാത്ത അയോധ്യ, ആയോധനമില്ലാത്ത, യുദ്ധമില്ലാത്ത, സംഘർഷമില്ലാത്ത ഭൂമി എന്ന അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആ അയോധ്യ അത് യഥാർത്ഥത്തിൽ തത്വരൂപേണ ചിന്തിച്ചാൽ എന്തായിരിക്കും? യുദ്ധമില്ലാത്ത ഭൂമി അഥവാ സംഘർഷമില്ലാത്ത ഭൂമി, നിരന്തരമായി ഇന്ദ്രിയ സംയമം ചെയ്ത യോഗിയുടെ അന്ധക്കരണമല്ലേ യഥാർത്ഥത്തിൽ അയോധ്യ. നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അയോധ്യയാവണം അത് സംഘർഷമില്ലാത്ത, ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച ഇന്ദ്രിയ സംയമം ചെയ്ത യോഗിയുടെ അന്ധക്കരണമാണ് അയോധ്യ. ആ യോഗിയാണ് യഥാർത്ഥത്തിൽ ആര്? അയോധ്യ ഭരിക്കുന്ന ദശരഥൻ. ആ ദശരഥൻ നമുക്കെല്ലാവർക്കും അറിയാം. ദശരഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? 10 തേര് അഥവാ 10 രഥം ഒരേ സമയത്ത് നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. നമുക്കറിയാം 2 തേര് ഒരു സമയത്ത് ഒരാൾക്ക് ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അതൊരു സിംബോളിക് കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ദശരഥം? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന ദശരഥങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, ഇന്ദ്രിയ സംയമം ചെയ്ത യോഗിയുടെ അന്ധക്കരണമാണ് അയോധ്യ എന്ന്. അപ്പോൾ ഈ അയോധ്യയിലാണ് ഭഗവാൻ ശ്രീരാമചന്ദ്ര പരമാത്മാവ് ജനിച്ചത്. അപ്പോൾ ആ ഭഗവത് ചരിത്രം
നമുക്ക് കുറേശ്ശെയായി അടുത്ത വീഡിയോകളിലൂടെ കുറേശ്ശെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, പ്രതിപാദിക്കുന്നുണ്ടാവും. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ഇത് ജ്ഞാനക്കുതികുകൾ അഥവാ രാമായണത്തിൻ്റെ താത്വിക തലത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ഇത് പരമാവധി എല്ലാവരിലും ഷെയർ ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.